ശമ്പളം വൈകുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രക്ഷോഭത്തിൽ. ഒന്നും രണ്ടും പ്രവൃത്തി ദിവസം കിട്ടേണ്ടവർക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ശമ്പളം കിട്ടേണ്ടവർക്ക് വൈകും എന്നാണ് ഇപ്പോഴത്തെ നീക്കം അനുസരിച്ച് മനസ്സിലാകുന്നത്. ഒരുമിച്ച് പണം പിൻവലിക്കാനുള്ള സാങ്കേതിക തടസ്സം മറികടക്കാനുള്ള ക്രമീകരണമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. സാമ്പത്തിക വർഷാവസാനം ഓവർഡ്രാഫ്റ്റിലാകാതെ ട്രഷറിയെ പിടിച്ചു നിർത്താനുള്ള ക്രമീകരണം കൂടിയാണ് ഇത്. ശമ്പളം വൈകുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിക്കഴിഞ്ഞു. പൂച്ചക്ക് പറയാനാണോ ട്രഷറി? കെ ടി കുഞ്ഞുകണ്ണൻ, CPIM, കെ ബിനോദ്, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി, JR പത്മകുമാർ, BJP, ജോർജ് ജോസഫ്, സാമ്പത്തിക കാര്യ വിദഗ്ധൻ എന്നിവർ നമ്മോടൊപ്പം. ആദ്യം ശ്രീ കെ ബിനോദ്, ഇന്നിപ്പോൾ ശമ്പളം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്നും രണ്ടും പ്രവൃത്തി ദിവസങ്ങളിൽ കിട്ടേണ്ടവർക്കാണ് ഇന്ന് ശമ്പളം കിട്ടിയിട്ടുള്ളത്. മൂന്നാം പ്രവൃത്തി ദിവസം മുതൽ ശമ്പളം കിട്ടേണ്ടവർക്ക് അല്പം വൈകും എന്നല്ലേ ഉള്ളൂ? ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വിവരമനുസരിച്ച് ഏകദേശം ഒരു 30% ജീവനക്കാർക്ക് മാത്രമേ ശമ്പളം കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഒരു മാസം ജോലി ചെയ്തതിന് ശേഷമാണ് ശമ്പളം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ശമ്പളം അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നതല്ല. ഇപ്പം 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ജോലി ചെയ്തതിന് ശേഷം ആ ശമ്പളം എന്ന് തരും എന്ന് പറയാൻ പോലും കൂട്ടാക്കാതെ ഒരു വ്യാജമായ, അതായത് സോഫ്റ്റ്വെയറിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞൊരു വ്യാജം പറഞ്ഞ് ഒരു അനിശ്ചിതത്വത്തിലാക്കിയ ഈ സർക്കാരിൻ്റെ നടപടി ഒട്ടും ഉചിതമല്ല. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ ആശങ്കയുണ്ട്, പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇന്ന് ഒരു നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് കടന്നുപോയി. ധാരാളം ജീവനക്കാർ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഏതായാലും ഒരു 30% പേർക്കെങ്കിലും ഇന്ന് കൊടുത്തു. അത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് കണക്കാക്കുന്നു. പക്ഷെ ഞങ്ങൾ ഈ സമര പരിപാടി അവസാനിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. 30% പേർക്ക് ഇന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നാളെ അത് ഇരട്ടിയാകും, അല്ലെങ്കിൽ പൂർണ്ണമായോ ഏതാണ്ട് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതല്ലേ അതിൻ്റെ ഒരു രീതി? അല്ല, അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമാണ്. ഇങ്ങനെ നമ്മുടെ മാസ ശമ്പളം ഇങ്ങനെ പല പല ദിവസങ്ങളിലായി കൊടുക്കുന്ന ഒരു സംവിധാനം അത് നമ്മുടെ ഈ കേരള പിറവിക്ക് ശേഷം ഇത് ആദ്യമാണ്. ഇതിനൊരു പ്രത്യേക കാരണമൊന്നുമില്ല. നമ്മുടെ സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ പിടിപ്പുകേടാണ് ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചത്. ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ സാമ്പത്തിക വർഷാവസാനം ഓവർഡ്രാഫ്റ്റിലാകാതെ ട്രഷറിയെ പിടിച്ചു നിർത്താനുള്ള ക്രമീകരണം, അതിന് നിങ്ങൾ സോഫ്റ്റ്വെയറിനെ കുറ്റം പറയുക, കാര്യം പറഞ്ഞുകൂടെ? ഇനി അഥവാ വലിയ ഞെരുക്കമുണ്ട്, ട്രഷറി നിയന്ത്രണം ആവശ്യമാണ് എങ്കിൽ? അങ്ങനെ ട്രഷറി നിയന്ത്രണം ആവശ്യമാകുന്ന ഒരു സാഹചര്യത്തിലല്ല കേരളം എന്നാണ് ധനകാര്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ വിനോദ് എന്താണ്, അതൊരു രാഷ്ട്രീയമായ ആരോപണമാണ്. ശമ്പളവും പെൻഷനും കൊടുക്കുന്നതാണ് കേരളത്തിന്റെ സമ്പദ്ഘടന നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയെന്നും അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറക്കണം, ഡൗൺ സൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ആ വിഭവകാര്യ കമ്മീഷൻ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, ആന്റണിയുടെ കാലത്ത് ആ റിപ്പോർട്ടൊക്കെ സ്വീകരിച്ച് അതൊക്കെ നടപ്പാക്കാൻ നോക്കിയ ആളുകളാണ് ഇന്ന് കടുത്ത സാമ്പത്തിക നിഷേധപരമായ നിലപാട് കേന്ദ്രം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട വിഹിതം, ഗ്രാന്റ്, കുടിശ്ശിക ഇതെല്ലാം തടഞ്ഞു വെച്ചതിന്റെ ഫലമായിട്ട് കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ശമ്പളം കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഒരു ഓവർഡ്രാഫ്റ്റ് പ്രശ്നം ഇപ്പോൾ ട്രഷറി ഇല്ല എന്നാണ് ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ട്രഷറി ക്രമീകരണത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ശമ്പളം 2 ദിവസം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഇവിടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ, കേരള സർക്കാരിന്റെ ധനമാനേജ്മെന്റിനെ കുറിച്ച് പഴിചാരാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരാദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല കേട്ടോ, ഇന്ത്യയുടെ ഫെഡറലിസത്തെ ചവിട്ടി മെതിക്കുകയാണ്
അമിത്ഷായും നോക്കൂ, മിസ്റ്റർ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദിയും. ഇന്നത്തെ വിഷയം എന്താണ്? സാധാരണഗതിയിൽ സർക്കാർ ജീവനക്കാർക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ ശമ്പളം ലഭിക്കാറുണ്ട്. 1-ാം തീയതി കിട്ടിയില്ലല്ലോ, 2-ാം തീയതി കിട്ടിയില്ലല്ലോ, ഇപ്പോൾ ഓരോ ദിവസവും വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ട്രഷറി നിയന്ത്രണമല്ല എങ്കിൽ, ഓവർ ഡ്രാഫ്റ്റ് ആകാതെ ട്രഷറി പിടിച്ചു നിർത്താനുള്ള ക്രമീകരണമല്ല എങ്കിൽ പിന്നെ എന്താണ് സാങ്കേതികമായി ഇന്ന് എന്താണ് പ്രശ്നം? ഒന്ന് ലളിതമായി പറഞ്ഞു തരൂ. അല്ല, ട്രഷറി ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റ് പ്രശ്നമല്ല എന്ന ധനകാര്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോ ഫെബ്രുവരി 21 തന്നെ നികുതി വിഹിതമായി 2736 കോടി രൂപയും IGST സെറ്റിൽമെന്റ് ആയിട്ട് 1356 കോടിയും ട്രഷറിയിൽ അതുൾപ്പെടെ 4132 കോടി രൂപ ട്രഷറിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ 1-ാം തീയതി ആ രീതിയിൽ ഒരു സാമ്പത്തിക ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ശമ്പളം കൊടുക്കാനാവാത്ത ഒരു അവസ്ഥയില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ടെക്നിക്കൽ ആണെന്നും അതൊരു ക്രമീകരണത്തിന്റെ പ്രശ്നമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ എന്താണ്? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് ഈ സാങ്കേതികത്വം? സാർ പറഞ്ഞുതരൂ. അല്ല, സാങ്കേതികത്വത്തെ കുറിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങള് അതിലെന്താണ് അവിശ്വസിക്കേണ്ട ഒരു പ്രശ്നം? ക്രമീകരണത്തിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നികേഷ് എന്താണ് ചർച്ചയിരുന്ന് നമ്മളൊരു ടെക്നിക്കൽ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഫെഡറൽ യൂണിറ്റുകൾ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കേന്ദ്ര വ്യക്തമാണ്. ഇപ്പോഴും കേന്ദ്രത്തെയാണ് പഴിക്കുന്നത് കെ.ടി. കുഞ്ഞിക്കണ്ണനും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും. അല്ലാതെ വേറെ ആരും വിമർശിക്കാൻ. സത്യസന്ധമായി ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യം ചിരിച്ചുകൊണ്ട് എന്ത് പച്ച കള്ളമാണ് ജനങ്ങളോട് ഓരോ പ്രാവശ്യവും പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും വലിയ ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ്, മറ്റേ പ്രശ്നമാണ്, മറിച്ച പ്രശ്നമാണെന്ന് പറയാതെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അംഗീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് SLC പരീക്ഷ മറ്റേ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്, പരീക്ഷ കുട്ടികളുടെ ഫീസ് വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ആ പരീക്ഷ നടത്താനുള്ള കാശ് കൊടുക്കാൻ കഴിയാത്തത് ഫെഡറലിസത്തിൻ്റെ തകരാറുകൊണ്ടാണോ? മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഫീസ് വാങ്ങുന്നുണ്ട്. ആ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിന് ഫീസ് 200 രൂപ വെച്ച് വാങ്ങിയിട്ട് അത് പ്രിന്റ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണോ? പറയൂ. സെസ് ഏർപ്പെടുത്തി, 2 രൂപ സെസ് ഏർപ്പെടുത്തി സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നിട്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണോ? അപ്പൊ ഇത് വെറുതെ ആളുകളെ പറ്റുന്ന മിസ്മാനേജ്മെന്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് 4 ലക്ഷം രൂപ ചികിത്സാ സഹായം കൊടുക്കാൻ ഫെഡറലിസത്തിന്റെ പ്രശ്നം വന്നില്ലല്ലോ. എന്താ വരാത്തത്? 4 ലക്ഷം രൂപ ഈ അടുത്ത കാലത്താണല്ലോ ചികിത്സാ ചെലവ് കൊടുത്തത്. അവരല്ല, മുഖ്യമന്ത്രി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, ആ ശമ്പളം ബാക്കി ആനുകൂല്യം വാങ്ങുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തൂടെ? ഭാര്യയുടെ ചികിത്സാ ചെലവ് വഹിക്കണ്ടേ? അത് ഈ ഖജനാവിൽ നിന്നല്ലേ കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത ആളുകൾക്കെല്ലാം 1-ാം തീയതി ശമ്പളം കൊടുത്തല്ലോ. എന്തേ ബാക്കിയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത്? അല്ല, എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കം എന്ന് സംബന്ധിച്ച് താങ്കളൊന്ന് വിശദീകരിക്കും. ഇപ്പോൾ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊന്നും അല്ലല്ലോ നമ്മുടെ ട്രഷറിയെ താഴ്ത്തിക്കുന്നത്. നോക്കൂ, 47,661 കോടി രൂപയായിരുന്ന തനത് വരുമാനം 78,000 കോടി രൂപയാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ബജറ്റിലെ റെക്കോർഡ്സാണ്, നമ്മുടെ ഡോക്യുമെന്റ് ആണ്. അങ്ങനെ ഇരട്ടിയായി തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിന് ഈ നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പിന്നെ എങ്ങനെ ഉണ്ടാകുന്നു? അതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പരസ്യമുണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴുള്ളൊരു കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ചാനലിലും വരുന്ന ഒരു പരസ്യമുണ്ട്, നവകേരളം, ഒരു പരസ്യമുണ്ടല്ലോ. നികേഷ് ഒന്ന് കണ്ടു നോക്കൂ. എന്താ പറയുന്നത്? ആഭ്യന്തര വരുമാനം കൂടി, വ്യവസായം വർദ്ധിച്ചു, ടൂറിസ്റ്റുകൾ ധാരാളം വന്നു, GST വരുമാനം ഇരട്ടിയായി. ഇതൊക്കെ എവിടെ പോകുന്നു? GST വരുമാനം എവിടെയാണ്? നമുക്കാണോ GST വരുമാനം കിട്ടുന്നത്? ശ്രീ JR പത്മകുമാർ, കേരളം 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയായി കുറയുകയാണ്. നമ്മുടെ കേന്ദ്രത്തിന്റെ വിഹിതം 21 രൂപയായി ചുരുങ്ങുകയാണ്. വെറുതെ മണ്ടത്തരം ശ്രീ JR പത്മകുമാർ ചർച്ച ചെയ്ത കാര്യമാണ്. അല്ല, എങ്ങനെയാണ് ഒരിക്കൽ ചർച്ച ചെയ്താലേ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലെ കണക്കുകൾ വ്യത്യസ്തമാകുമോ? മഹാരാഷ്ട്രയ്ക്ക് അല്ല, നിങ്ങൾ പറഞ്ഞ മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കുന്നത് എത്ര, ഗുജറാത്തിന് കൊടുക്കുന്നത് എത്ര? നിങ്ങളൊന്ന് കണക്ക് നോക്ക്, പറയൂ.
അല്ല, വെറുതെ മഹാരാഷ്ട്രയ്ക്കും നമ്മളെ ഈ ഗുജറാത്തിനുമുള്ള ചർച്ചയെ തെറ്റിദ്ധരിപ്പിക്കുകയും സാമ്പത്തിക ഇവരുടെ ശേഷി പിടിപ്പ് കേരളത്തിനുണ്ടോ? അല്ല, കേരളം അല്ല ഒരു അതല്ല ചോദിക്കാൻ ഉപഭോക്തൃ നിങ്ങൾ സംസ്ഥാനം ഒരു രൂപ എന്നുള്ള നിലയിൽ- അല്ലല്ല ഒരു രൂപ അല്ല പറയൂ, പറയൂ. അല്ല ഒരു രൂപ പിരിച്ചെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ കൊടുക്കുന്നത് ഫൈനാൻസ് കമ്മീഷന്റെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലാണ് കൂടുതൽ കിട്ടുന്നത്. ഒരു വിവേചനവും അതിനകത്ത് കാണിക്കുന്നില്ല. ഇത് വെറുതെ ഇവരുടെ പിടിപ്പ് കെടിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. അത് മനസ്സിലാക്കി അത് വളരെ സാമ്പത്തിക മേഖലയിൽ അറിവുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് വലിയ പ്രതിസന്ധി വരുമെന്ന്. ഇപ്പം തന്നെ ഓവർ ഡ്രാഫ്റ്റിലാണ് നിന്നത്. 1600 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റിലാണ് നിന്നത് കേന്ദ്രം. ഇപ്പോൾ നേരത്തെ IGSTയുടെ അൺക്ലൈംഡ് വിഹിതവും എല്ലാം കൂടെ കൊടുത്ത് ഏകദേശം 4000 കൂടുതൽ രൂപ വന്നപ്പോൾ 1600 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നത് കുറവ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. ഇത് വരുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി, നമ്മുടെ ധനകാര്യമന്ത്രി നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 2014 മുതൽ 24 വരെയുള്ള 23 ഡിസംബർ വരെയുള്ള കണക്ക് കൊടുത്താൽ നികുതി വീതം പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. 220 UPA ഗവൺമെന്റിന്റെ കാലമായി കണക്കാക്കുമ്പോൾ 224% വർധനമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ പൈസ കിട്ടുകയും അത് വലിയ രീതിയിൽ വകമാറ്റി ചെലവഴിക്കുകയും ധൂർത്തും മിസ്മാനേജ്മെന്റും കൊണ്ട് സാമ്പത്തിക ഈ ഒരു തകർച്ചയിലേക്ക് പോകുന്ന വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ്. ഒരു സർക്കാർ നടത്തുന്ന ധൂർത്ത് എന്തൊക്കെയാണ് താങ്കളൊന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചർച്ച നയിക്കാം. ഞാൻ ചോദിട്ടെ, നിങ്ങളുടെ മുൻ ചീഫ് സെക്രട്ടറിമാരും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവരുടെ പെൻഷനും ഇതെല്ലാം വാങ്ങിയിട്ട് ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. എത്ര ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എത്ര കോർപ്പറേഷനുകൾ, വെൽഫെയർ നമ്മുടെ അതൊക്കെയാണ് താങ്കൾ ധൂർത്തായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് കെയർ, കെ-ഫോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചെലവാക്കിയതെല്ലാം ധൂർത്ത് തന്നെയാണ്. കാര്യം ഒരു ഗുണവുമില്ല അത് സംസ്ഥാനത്തിന്. അവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ധൂർത്ത് എന്നുള്ളത് ഒരു ആക്ഷേപമാണ്. നിങ്ങൾ ജീവിതം കൊണ്ട് ഞങ്ങൾ ധൂർത്ത് കാണിക്കുന്നില്ല എന്ന് കേരള ജനതയോട് പറയേണ്ട സമയമായി. കാരണം ഏറ്റവും അവസാനം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് സർക്കാർ ജീവനക്കാർക്ക് ആദ്യ ദിവസം ശമ്പളം കിട്ടാതിരിക്കുന്നത്. നോക്കൂ, അത് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് ക്യാബിനറ്റ് പദവി നൽകുക, സർക്കാർ മന്ദിരങ്ങൾ വലിയ നിലയിൽ മോടി പിടിപ്പിക്കുക, ഈ പറയുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ആദ്യ ദിവസം തന്നെ ശമ്പളം കിട്ടുക, എന്നാൽ ജീവനക്കാർക്ക് കിട്ടാതിരിക്കുക, ഇതൊക്കെ വാർത്തകളായി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ധൂർത്തുകൂടി ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായ വിമർശനം ഉണ്ടാകും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അല്ല, ഈ AR പത്മകുമാർ മനസ്സിലാക്കേണ്ടത്, കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് മിസ്റ്റർ ഒരു സംസ്ഥാനത്തിന് മാർച്ച് മാസത്തിൽ അനുവദിക്കേണ്ട പണം തരാതിരുന്നത്. അത് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? അപ്പൊ കേന്ദ്രം നൽകേണ്ട വിഹിതങ്ങൾ ന്യായമായി കേരളത്തിന് അർഹതപ്പെട്ട വായ്പാ അനുമതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിഷേധാത്മകമായ നിലപാടുകള് നമ്മൾ എത്ര ദിവസം ഇരുന്നത് ചർച്ച ചെയ്താണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തോട് മാത്രമല്ല, ഇന്ത്യയിലെ തങ്ങൾക്ക് അനഭിമതമായ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ കേരളത്തിന് കിട്ടേണ്ട വായ്പാ അനുമതി നിഷേധം മൂലം 19,000 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടത്, ന്യായമായി ലഭിക്കേണ്ടത് കിട്ടാതെ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് JR പത്മകുമാർ എന്താ പറയുന്നത്? ഈ വർഷം മാത്രം നമ്മുടെ കടമെടുപ്പിൽ നിന്ന് 5,600 കോടിയാണ് വെട്ടിക്കുറച്ചത്. അപ്പൊ ന്യായമായി നമുക്ക് അർഹതപ്പെട്ട വായ്പാനുമതി നിയന്ത്രണം വഴി അതിന് മുകളിൽ കൈവച്ചുകൊണ്ട് മോഡി ചെയ്തിരിക്കുന്നത് എന്താണ്? കേരളത്തിന് അർഹതപ്പെട്ട വായ്പ എടുക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. അത് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ ശ്രീ ജോർജ് ജോസഫ്, പ്ലാൻ ബി ഉണ്ട് എന്ന് ധനമന്ത്രി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ പ്ലാൻ എയിൽ തന്നെ ചില പിഴവുകൾ ഉണ്ടായിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുക, പെൻഷൻകാരുടെ പെൻഷൻ മുടങ്ങുക എന്ന് പറയുന്നത് കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. അവിടേക്ക് വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ നിലയിൽ ആശങ്കപ്പെടേണ്ടേ നാം? അല്ല, ഇവിടെ ശമ്പളം മുടങ്ങി എന്ന് പറയുന്ന കാര്യത്തിന് എന്താണ് പ്രസക്തി? ശമ്പളം അതായത് ശമ്പളം ഏതാനും ദിവസങ്ങൾ താമസിക്കുക എന്ന് പറയുന്നതും ശമ്പളം മുടങ്ങി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. 1-ാം തീയതി ശമ്പളം മുടങ്ങി. മുൻകാലങ്ങളിലും ശമ്പള വിതരണത്തിൽ
ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. ആ ശമ്പളം മുടങ്ങിയത് ഇത് ആദ്യമായിട്ട് വരുന്ന, അതായത് ശമ്പളം മുടങ്ങി എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റ് താമസിക്കുക എന്ന് പറയുന്നത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പല ഇതിൽ ചരിത്രം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പല സമയത്തും ശമ്പളം കൊടുക്കുന്നത് ഡിലേഡ് ആയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്നത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട, വസ്തുതാപരമായി മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സമ്മർദ്ദം ട്രഷറി അനുഭവിക്കുന്ന സമയമാണ്. കാരണം ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ഫണ്ടിൻ്റെ ആവശ്യം വരും, പല രീതിയിലും വരും. ആ സമയത്താണ് കേന്ദ്രം സംസ്ഥാനത്തിന് തരാനുള്ള പല കാര്യങ്ങളും തരാതെ പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയൊരു ഒരു പ്രതിസന്ധി സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ഈ കടമെടുപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറാവാതെ കടമെടുക്കാൻ ഇനി പറ്റില്ല, നിങ്ങൾക്ക് 1 രൂപ പോലും കടമെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കേരളം കേസ് കൊടുത്ത സമയത്ത് എന്താണ് ഉണ്ടായത്? ആ സമയത്ത് കേന്ദ്രം പറയുന്നത് കേസ് പിൻവലിച്ചാൽ നമ്മൾ 13,500 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കൊടുക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കടമെടുക്കാൻ അനുമതി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ലല്ലോ. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എന്ത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സാധിക്കില്ല. പക്ഷേ ഇവിടെ പറയുന്നത് കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആ രീതിയിൽ പല രീതിയിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഞെരുക്കുക. പിന്നെ ഇതിനകത്ത് എന്താണ് കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നുള്ളതാണ്. മാർച്ച് മാസം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. നമ്മൾ മാർച്ച് മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള. ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ മാർച്ച് എങ്ങനെ നമ്മൾ കടക്കും? അല്ല, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച കാര്യമൊന്നുമല്ല നികേഷേ. ഓവർ ഡ്രാഫ്റ്റ് ഇതുവരെ ഈ നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിട്ടില്ല. വൈസ് ആൻഡ് മീൻസിലേക്ക് പോയിട്ടുണ്ട് പലപ്പോഴും. അല്ല, അതാ ഞാൻ പറഞ്ഞ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തോ മഹാപാപം. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുൻകൂറായിട്ട് പണം എടുക്കുന്നു, പിന്നീട് നമ്മുടെ അക്കൗണ്ടിൽ പണം വരുമ്പോൾ അതിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സിമ്പിളല്ലേ? പക്ഷേ സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദത്തിലെ 36 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. 1. 2, അതുകൊണ്ട് ആ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 29-ാം തീയതിയിൽ നിന്നും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത് ഒഴിവാക്കി 2 ദിവസം അങ്ങോട്ടേക്ക് തള്ളി നീക്കി ട്രഷറിയിൽ പണം നിർത്തുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള വേലത്തരങ്ങൾ കൊണ്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാനാകും? അല്ല, ഇതിനകത്തൊരു വേലത്തരമില്ല. ഇത് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഏപ്രിൽ മാസത്തെ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ അഡ്വാൻസ് ടാക്സും വരുമാനവും കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസത്തേക്ക് വരും. അത് യാതൊരു സംശയവും അങ്ങനെയല്ലോ നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് മാർച്ച് മാസം കടക്കാൻ 30,000 കോടി രൂപ വേണമെന്നാണ്. സുപ്രീം കോടതിയിലെ മാർച്ച് 31-ന് മുമ്പ് കേസ് തീർപ്പാകൂ എന്നുള്ള ഒരു ഉറപ്പും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞത് നിങ്ങൾ കേസ് പിൻവലിക്കുകയാണെങ്കിൽ 13,500 കോടി കൊടുക്കാൻ ഇന്ന് ഞങ്ങൾ സമ്മതിക്കാമെന്ന്. അല്ല, കേസ് പിൻവലിച്ചിട്ട് കൊടുക്കണമെന്ന് പറയണത് എങ്ങനെയാണ്? അതെന്താണ് അതിനകത്തോളം മര്യാദ? കാരണം ഒരു ലീഗലായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്കതിനൊരു പരിഹാരം വേണം എന്നുള്ളൊരു കാര്യം അവകാശപ്പെടുന്ന ഏതൊരു പൗരനും ഒരു സ്ഥാപനത്തിനും ഒരു ഗവൺമെൻറ്റിനുള്ള ഭരണഘടനാപരമായ റൈറ്റല്ലേ അവിടെ ഉപയോഗിച്ചത്. ആ റൈറ്റ് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായ റൈറ്റിനെ തന്നെ നിഷേധിക്കാനാണ് പറയുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് വളരെ വ്യക്തമായ കാര്യമല്ല, അത് ഉചിതമായൊരു നിലപാടല്ലേ. കേസ് പിൻവലിച്ചിട്ട് അപ്പോൾ കേസ് പിൻവലിച്ചിട്ട് വന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, കൊടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം. ശരി, അല്ലെങ്കിൽ ശ്രീ ജോർജ് കൃത്യമായി ജോസഫ്, ഞാൻ പറഞ്ഞാൽ എന്ത് കേസ് താങ്കളിലേക്കും കൊടുത്താലും എല്ലാ നിങ്ങൾ അതിഥികളിലേക്കും ലോക മടങ്ങാം. കോടതിയിൽ പോയി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് വെറും ഒരു ശമ്പളം മുടങ്ങുന്ന കാര്യമല്ല. അതിനപ്പുറത്തേക്ക് മാർച്ച് മാസം ഈ സാമ്പത്തിക വർഷം കടക്കുമ്പോൾ എങ്ങനെ ഇരിക്കും സംസ്ഥാന ട്രഷറിയുടെ നില എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ബി ജെ പിയുടെ സർവീസ് സംഘടനയൊക്കെ ആയി സഹകരിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് എന്നാണ് ഇന്ന് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. നോക്കൂ, എപ്പോഴും സംസ്ഥാന ധനമന്ത്രി പറയുന്നത് നിങ്ങൾ സെക്രട്ടേറിയറ്റിലിരുന്ന് കേൾക്കാറുണ്ടല്ലോ. ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടാണ് എന്നാണ് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ കേരളം ഡൽഹിയിൽ പോയൊരു വലിയ സമരം നടത്തിയതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ കേന്ദ്രം 35 രൂപ തരും എന്നതാണ് ദേശീയ ശരാശരി. കേരളം 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് വെറും 21 രൂപ മാത്രം. 100-ൽ 21 രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സംഭാവന. തകരില്ല, തളരില്ല, തകർക്കാനാകില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. നോക്കൂ, ഇത്രയധികം അതിൻ്റെ തനത് വരുമാനം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. 2020-21 മാത്രം 47,661 കോടിയായിരുന്നപ്പോൾ അത് നടപ്പ് വർഷമാകുമ്പോഴേക്കും, അതായത് 23-24 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴേക്കും ഏതാണ്ട് 78,000 കോടിയിലേക്ക് എത്തുന്നു. നമ്മൾ തനത് നമ്മുടെ വരുമാന വളർച്ചയിൽ ഇത്രയധികം വളർച്ച ഉണ്ടാക്കിയിട്ടും കേന്ദ്രത്തിൻ്റെ ഈ ചിറ്റമ്മ നയം കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്ന ഒരു ധനതത്വശാസ്ത്രം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന് മനസ്സിലായിട്ടില്ലേ ശ്രീ വിനോദ്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ധനമന്ത്രിയുടേതായ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. ഞങ്ങൾ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ അതിനെ തള്ളിക്കളയുന്നു. ഇങ്ങനെ ഒരു സംഭവമില്ല. അദ്ദേഹം അത് പറയാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനകളൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ അഫിലിയേഷൻ പാടില്ല എന്നുള്ള ഇതാണ്. അപ്പോൾ അദ്ദേഹം അത് പറയണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ കേട്ടു. അതുപോലെ ഞാൻ ഇന്നൊരു സ്ഥിരം ക്ലീഷേ കേട്ടു. നമ്മുടെ ഫെഡറൽ സിസ്റ്റം, ഒരു ഫെഡറൽ സിസ്റ്റം അറിയാത്തവരാണ് പലരും പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഞങ്ങൾ എന്താ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. താങ്കൾ പറയുന്നത് കേട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും മറുപടി അർഹിക്കാത്ത ഒരു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ കൂടെ ബിജെപിയുടെ സർവീസ് സംഘടന കൂടി ചേർന്നു എന്നുള്ളത്. ഞങ്ങൾ അങ്ങനെ ആരെയും ഞങ്ങളുടെ ഭാഗത്ത് ചേർത്തിട്ടില്ല. ഞങ്ങൾ ആരും ചേർത്തിട്ടില്ല. പിന്നെ ആർക്കെങ്കിലും, കാരണം ഇത് ഒരു സംഘടനയെ മാത്രം പ്രശ്നമല്ലല്ലോ. കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. അവർ പല വിവിധ സംഘടനകളിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരൊരു സ്വാഭാവികമായിട്ടും അവരും ചെയ്യും. അപ്പോൾ അത് നമ്മൾ അവരെ കൂടെ ചേർത്തിട്ടാണ്, അല്ലെ അവരുമായിട്ട് ഒരു മോശമാണ് എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഒന്ന് ഞാൻ ചെയ്തോട്ടെ. ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ക്ലീഷയാണ് നമ്മുടെ ഈ ഫെഡറൽ സംവിധാനം. ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സംവിധാനമല്ല സാർ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ക്വാസി ഫെഡറൽ എന്നാണ് പറയുന്നത്, ആസിഫ് ഫെഡറൽ. അതിൻ്റെ ഓപ്പോസിറ്റ് യൂണിറ്ററി ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി നേച്ചർ എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നത് ഞാൻ ഒറ്റ വാക്കി പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപുസ്തകമാണ് കേരള ഫിനാൻഷ്യൽ കോഡ്. അതിലെ വോളിയം 1 ആർട്ടിക്കിൾ 40 ക്ലോസ് ബി സബ് ക്ലോസ് 1 എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എവറി ഗവൺമെൻറ് സർവൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു എക്സസൈസ് ദ സെയിം ഡിലിജൻസ് ആൻഡ് കെയർ in respect of the expenditure made from public monies under his control as a person of ordinary prudence would exercise expenditure in respect of his own money എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു സാധാരണ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ്റെ സ്വന്തം പണം എങ്ങനെ ചെലവാക്കുന്നു അതേ ഡിലിജൻസോടും കെയറോടും കൂടി വേണം നമ്മളെ പബ്ലിക് മണി ചെലവാക്കാൻ എന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും നമ്മളെ അറിഞ്ഞിട്ടാണോ ചെലവ് ചെയ്യുന്നത്? നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാത്ത പല കാര്യങ്ങളും നടപ്പിലാക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇന്ന് പത്മകുമാറിനോട് ചോദിച്ചല്ലോ എവിടെയൊക്കെയാണ് ഈ പറയുന്ന ധൂർത്തുണ്ടാകുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ധൂർത്തുവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ തൈക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ബജറ്റ് ഉണ്ടാക്കാൻ
ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വിരുന്നു കൊടുക്കുന്നതിനെതിരായിട്ടും നിങ്ങൾ സമരം നടത്തുകയാണ് അല്ലേ? അല്ല, അത് ശരിയായ ഇതല്ല. ഞങ്ങൾ ഒരു നിരാഹാര സത്യാഗ്രഹമാണ് അനുഷ്ഠിച്ചത്. ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ സംഘടനകൾ പോയിട്ടില്ല. അതാണ് വാസ്തവം. പിന്നെ ഞാൻ ഒരു കാര്യം അതും സർക്കാർ ജീവനക്കാർ തന്നെയാണ്. ഏത് ബാനറിലാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അതിനകത്തില്ല. ആ പറയുന്ന സെക്രട്ടേറിയറ്റിൽ ഞങ്ങളുടെ ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരനും പോയിട്ടില്ല. ആക്ഷൻ കൗൺസിൽ സംഘടനകളും പോയിട്ടില്ല. ബാക്കി സംഘടനകൾ പോയിട്ടുണ്ടാവും, ഞങ്ങൾക്ക് അറിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് നിരാഹാര സമരത്തെ മാത്രമാണ്. പിന്നെ എൻ്റെ 30 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഒരു ദിവസവും നമ്മുടെ ആദ്യത്തെ വർക്കിംഗ് ഡേ, അതായത് 1-ാം തീയതിയോ 2-ാം തീയതിയോ അതൊരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേയിലോട്ട് ആ ശമ്പളം പോകും. അത് നാച്ചുറലാണ്. അതുപോലെ ഏപ്രിൽ 1 നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷം വരുമ്പോൾ അന്ന് ട്രഷറിയുടെ ഇടപാടുകൾ ഉണ്ടാവില്ല, അന്ന് ശമ്പളം മാറും എന്നുള്ള അല്ലാതെ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇന്ന് വരെ ആദ്യത്തെ വർക്കിംഗ് ഡേ കിട്ടാത്ത ഒരു സംഭവവും എൻ്റെ ഓർമ്മയിലില്ല. ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ ടാക്സ് കളക്ഷന്റെ കാര്യം, നമുക്ക് GST ആണ് നമ്മളിവിടെ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം താങ്കൾക്ക് ഒരു ദിവസം പറഞ്ഞു തരാമോ ഏത് വർഷമാണ് ഏത് മാസമാണ് ഒന്നാം തീയതി ശമ്പളം കിട്ടേണ്ട ജീവനക്കാരുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം ശ്രീ ജോർജ് ജോസഫ്. അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനല്ല. അതെ നികേഷ്, പല ജീവനക്കാർക്കും 5-ാം തീയതി വരെ പോകുന്ന സിറ്റുവേഷൻ പല സമയത്തും ഉണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റ്, റവന്യൂ, പോലീസ്, എക്സൈസ്, പൊതുമരാമത്ത്, ട്രഷറി, GST തുടങ്ങിയ വകുപ്പ് ജീവനക്കാർക്ക് ആദ്യ ദിവസം 1-ാം തീയതി ശമ്പളം കിട്ടുന്നതാണ്. നേരത്തെ വിനോദ് പറയുന്നത് എത്രയേ ഉള്ളൂ, ഈ വിഭാഗം ആളുകൾക്ക് 1-ാം തീയതി മാറിപ്പോയത് അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് ജീവിതത്തിലില്ല. അല്ല, നികേഷ് തന്നെ പറഞ്ഞല്ലോ. നികേഷ് തന്നെ പറഞ്ഞല്ലോ, അത് പല സെക്ഷൻ ആളുകൾക്ക് പല ഡേറ്റിലാണ് വരുന്നത്. നികേഷ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ കേരളത്തിൽ 5 ലക്ഷത്തിലോ 6 ലക്ഷത്തിലോ വരുന്ന എല്ലാവർക്കും ഒരു ദിവസമാണ് കിട്ടണം. 1-ാം തീയതി കിട്ടിയെന്ന് പറയണത് എങ്ങനെയാ വിനോദ്? എങ്ങനെയാണ് അതൊന്ന് തെളിയിച്ചേ? 1-ാം തീയതി എല്ലാവർക്കും ശമ്പളം കിട്ടിയത് ഈ കഴിഞ്ഞ 30-40 കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ എല്ലാവർക്കും 1-ാം തീയതി ശമ്പളം കിട്ടിയെന്ന് തെളിയിച്ചേ. 5.25 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ഒരു ദിവസം ശമ്പളം കൊടുക്കുന്ന പതിവ് നമുക്കില്ലല്ലോ വിനോദ്. അല്ല, അങ്ങനെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തന്നെ ഇപ്പൊ വായിച്ച ലിസ്റ്റ് പ്രകാരം 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഒക്കെ കിട്ടുന്നവരുണ്ട്. ഞാൻ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് 1-ാം തീയതി പക്ഷെ താങ്കൾ വാദിച്ചത് അതല്ലല്ലോ. എന്റെ 30 വർഷത്തെ സർവീസിനിടയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. 1-ാം തീയതി ശമ്പളം കിട്ടാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. എന്റെ സെക്രട്ടേറിയറ്റ് സർവീസിനിടയിൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ആദ്യത്തെ വർക്കിംഗ് ഡേ ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ആണെന്ന് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഉറക്കം നടിക്കുന്നവരെ ഞങ്ങൾക്ക് കഴിയില്ല. ദയവായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു സംസാരിച്ചു. ഉറങ്ങുന്നവരെ നികേഷ് ഇദ്ദേഹം പറഞ്ഞ റിവൈൻഡ് ചെയ്ത് കേൾപ്പിക്ക്. 1-ാം തീയതി ശമ്പളം കിട്ടാത്ത ഒരു സംഭവം ഉണ്ടായില്ലെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ താങ്കൾക്ക് ഇവിടുത്തെ ഈ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു വേണ്ടത്ര ധാരണയില്ല, അല്ലെങ്കിൽ താങ്കൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇതാണ്, 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ഫസ്റ്റ് വർക്കിംഗ് ഡേ ശമ്പളം കിട്ടുന്ന വിഭാഗത്തിലാണ് സെക്രട്ടേറിയറ്റുകാർ വരുന്നത്. സെക്രട്ടേറിയറ്റ്, പോലീസ്, അതുപോലുള്ള കുറേ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ അദ്ദേഹം തന്നെ വായിച്ചായിരുന്നു. അവർക്ക് ഫസ്റ്റ് വർക്കിംഗ് ഡേ ശമ്പളം മുടങ്ങുന്ന ഒരു സംഭവം കേരള പിറവിക്ക് ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയും സർവീസ് ഇല്ല, പക്ഷെ കഴിഞ്ഞ 30 വർഷത്തെ സർവീസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 30 വർഷവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ GST ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്, നമുക്കറിയാമല്ലോ. GSTയുടെ കാര്യം നമുക്കറിയാം. എൻഡ് യൂസറിനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഒരൊറ്റ ടാക്സാണ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടേണ്ടത് നമ്മുടെ കേരളത്തിനാണ്. പക്ഷെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ടാക്സ് വേണ്ട വിധത്തിൽ കളക്ട് ചെയ്യുന്നില്ല. നമുക്കറിയാമല്ലോ, സ്വർണ്ണവില 20,000 രൂപ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന വാറ്റ് മുഖേന നമുക്ക് കിട്ടിയിരുന്ന എമൗണ്ട് ഇപ്പൊ GST കിട്ടുന്നില്ല. ഇപ്പൊ 50,000 ഒക്കെയാണ് സ്വർണത്തിന്റെ വില. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. നികേഷ് പറഞ്ഞ കണക്ക്, നികേഷ് ഒരു കാര്യം പറഞ്ഞോട്ടെ,
നികേഷേ, നികുതി വരുമാനം കുറഞ്ഞു പോയിട്ടാണോ തനത് വരുമാനം 78,000 കോടി രൂപയിലേക്ക് ഉയർന്നത്? എന്ന് മാത്രമല്ല സ്വർണത്തിന്റെ എങ്ങനെയാണ് വിനോദ് നികേഷ് താങ്കൾക്ക് വായിച്ചത് സെക്രട്ടേറിയറ്റിലിരുന്ന് 44,000 കുറച്ചുകൂടി രൂപയായിരുന്നത്? നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഈ സ്വർണത്തിന്റെ നികുതിയൊക്കെ തീരുമാനിക്കുന്നതിനുള്ള അധികാരം കേരളത്തിലാണോ? അല്ല, കേരളത്തിനല്ല. ഞാൻ പറഞ്ഞ ഇതാണ്, GST എന്ന് പറഞ്ഞാൽ എന്താണ്? GSTയുടെ യൂണിഫോം റേറ്റ് ആണ്. അത് എല്ലാ സ്റ്റേറ്റിനും അത് തന്നെയാണ്. നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ എൻഡ് യൂസറാണ് ടാക്സ് കൊടുക്കേണ്ടത് GST. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് നമുക്കാണ്. അത് എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല? നമ്മൾ പിരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ മറ്റു രീതിയിൽ കാശ് അതിന്റെ വാങ്ങിക്കുകയാണ്. പ്രായോഗിക വശത്തെക്കുറിച്ച് ധാരണയില്ലാതെ സംസാരിക്കുകയാണ്. പ്രായോഗിക വശത്തിനെ കുറിച്ച് ധാരണയുണ്ടോ ശ്രീ ജോർജ് ജോസഫ് താങ്കൾക്ക്? ഉണ്ടെങ്കിൽ പറയൂ. എന്താണ് അതിന്റെ പ്രായോഗികത എന്ന് താങ്കൾക്ക് പറയാമോ? GST എന്ന് പറയുന്നത് എൻഡ് യൂസറിൽ നിന്നല്ല പിരിക്കുന്നത്, ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്നാണ് ഇത് കൂടുതൽ കിട്ടാനുള്ള ചാൻസ്. ഈ രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് നിഷേധിക്കാമോ? അതാണ് പ്രശ്നം. അല്ല, നമ്മളിപ്പോ പ്രതിപക്ഷ സർവീസ് സംഘടനകളാണ്. പ്രതിപക്ഷ സർവീസ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. 1-ാം തീയതി ശ്രീ ജോർജ് ജോസഫ് കേൾക്കൂ. നോക്കൂ, 1-ാം തീയതി ശമ്പളം കിട്ടിയിട്ടില്ല, 2-ാം തീയതി ശമ്പളം കിട്ടിയിട്ടില്ല. ഇന്നും എപ്പോൾ ശമ്പളം കിട്ടുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ടും അത് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ മറ്റന്നാൾ നടക്കാനിരിക്കെ പിന്നെ പ്രതിപക്ഷ സംഘടനകൾ മിണ്ടാണ്ടിരിക്കണോ? മുൻകാലങ്ങളിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിലുള്ള നാട്ടു നടപ്പാണ്. നേരത്തെ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാൻ ജെ ആർ പത്മകുമാറിലേക്ക് വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതൊരു ഫെഡറൽ വ്യവസ്ഥയല്ല എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. എനിക്കത് പൂർണ്ണമായും മനസ്സിലായില്ല. താങ്കൾക്ക് മനസ്സിലായെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് അദ്ദേഹം പറയുന്ന കാര്യം ഒന്നും ആർക്കും മനസ്സിലാവില്ല. കാരണം അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സമീപിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹം ഇവിടെ നികേഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ജോർജ് ജോസഫ് പറഞ്ഞു, കേരളത്തിന് അർഹതപ്പെട്ട തുകകള് നിഷേധിക്കുകയാണ് കേന്ദ്രം. അതിന്റെ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. നമ്മുടെ ഭരണഘടന നികുതി വരുമാനം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും വിഹിതം വെക്കുന്നതിനെ കുറിച്ച് അതിന്റെ 250-ാം ആർട്ടിക്കിളിൽ കൃത്യമായ, അതിനാണ് ധനകാര്യ കമ്മീഷൻ, നികുതി വരുമാനം വിഭവങ്ങൾ തുല്യമായി പങ്കുവെക്കാൻ. അപ്പൊ വിഭവ വിഹിതം നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല. ധനകാര്യ കമ്മീഷനിൽ പ്രധാനമന്ത്രി ഇടപെടുന്ന ഒരു കാലമാണ്. YB റെഡ്ഡി ധനകാര്യ കമ്മീഷണർ ആയിരിക്കുമ്പോ ഈ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 10% ഇഷ്ടാവില്ല. അല്ല, ഞാനത് പറഞ്ഞോട്ടെ. അങ്ങനെ ഇടപെട്ടു. പക്ഷെ ഇദ്ദേഹം എന്താണ് ഈ കോൺഗ്രസിന്റെ കൊടിയുള്ള ഒരു ഷാളും പോച്ചാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് BJPയെ ന്യായീകരിക്കാനും കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളോടുള്ള ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നിലപാടിനെ സാധൂകരിക്കാനും എന്താ താല്പര്യം? അദ്ദേഹം ഇവിടെ, ഞാനിപ്പോ കോഴിക്കോട് നിന്നാണല്ലോ നികേഷ് സംസാരിക്കും. ഇവിടുത്തെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഭരണഘടന എടുത്തൊന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിയമം അറിയുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കൂ. എന്താണ് ഫെഡറലിസം, എന്താണ് യൂണിറ്ററി നേച്ചർ, അല്ലെങ്കിൽ എന്താണ് ക്വാസി ഫെഡറലിസം എന്നൊക്കെ താങ്കളൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കും. ഈ അർത്ഥജ്ഞാനം കൊണ്ട് ദയവായിട്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ. ഫെഡറലിസത്തെ തകർക്കുന്നതാണ്. അങ്ങനെ ഫെഡറലിസത്തെ തകർക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇവിടെ BJPയുടെ അജണ്ട ഇരുന്നുകൊണ്ടാണ് വിനോദ് സംസാരിക്കുന്നത്. VD സതീശന്റെ ഉപദേശമായിരിക്കും. ആ ഉപദേശം അനുസരിച്ചുകൊണ്ട് രാജ്യം നേരിടുന്ന മൊത്തം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള അതിനെ തകർക്കുന്ന നയങ്ങളുടെ ഭാഗമാണ് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. കേരളത്തിന് ലഭിക്കാനുള്ള അപ്പൊ നികുതി വിഹിതത്തിൽ വന്ന കുറവ് 3.87% നിന്ന് അത് 1.925% ചുരുങ്ങുമ്പോൾ 18,000 കോടിയോളം രൂപ കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ടത് കുറയുന്നുണ്ട്. വിനോദേ, ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ശമ്പളം 1-2 ദിവസം കിട്ടാതെ പോകുന്നത്, അത് താമസിക്കുന്നത്, അതൊക്കെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയാണ് സേവിക്കാൻ പോകുന്നത്? ശരി, അല്ല അത് പാടില്ലല്ലോ. അത് പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടായാല് സ്വാഭാവികമായും പ്രതിപക്ഷ സർവീസ് സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരവും അവകാശവുമാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏതൊരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സമരം ചെയ്യുന്നവർ സമരം ചെയ്തോട്ടെ. പക്ഷെ അവരുടെ വാദങ്ങളെ എന്താണ്, ആ വാദങ്ങളെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് വാദങ്ങളുണ്ടോ എന്നുള്ളത്
എന്നുള്ളതാണ് വിഷയം. CKT കുഞ്ഞിക്കണ്ണൻ, അല്ല, എനിക്ക് പ്രതിപക്ഷ വീണ്ടും സംഘടനകൾക്ക് വിനോദിലേക്ക് പോകാം. സമരം വിനോദ്, ചെയ്യാം. നമ്മൾ ഫെഡറൽ സംവിധാനമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സാങ്കേതികത്വം ഉപയോഗിച്ച് അതിനെ നേരിടുന്നതിന് പകരം നേരത്തെ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന് താങ്കൾ കൃത്യമായ മറുപടി പറഞ്ഞോ എന്ന് ആലോചിക്കുക. നോക്കൂ, 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്ത കേന്ദ്രം 35 രൂപ തരും എന്നതാണ് ദേശീയ ശരാശരി. കേരളം പക്ഷേ 79 രൂപ പിരിച്ചെടുത്ത് ചെലവഴിക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതായത് 35-ൽ നിന്ന് 21 രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതുതന്നെ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് ഈ ധനകാര്യ പ്രതിസന്ധി എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ വളരെ സുതാര്യമായ രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോകണം. ഈ നാട്ടിലെ ആളുകൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം വേണം. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ബജറ്റ് തയ്യാറാക്കാൻ അഹോരാത്രം പണിയെടുത്ത, രാത്രിയും പകലുമില്ലാതെ പണിയെടുത്ത ജീവനക്കാർക്ക് അവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ, തൈക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഒരു ഉച്ചഭക്ഷണം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയ ധൂർത്താണെന്ന് പറഞ്ഞ് അവിടേക്ക് പോയി സമരം ചെയ്യുന്നു. ഈ സർക്കാർ മന്ദിരങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ അതിനകത്ത് മിനുക്കുപണി നടത്തുന്നത് ധൂർത്താണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയുടെ ബന്ധുവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ധനകാര്യ പ്രതിസന്ധി എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ വിനോദ്, അതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങനെയൊന്നും അല്ല. മുൻകാലങ്ങളിലെല്ലാം നടന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അപ്പം ഈ പറയുന്ന ചോദ്യത്തിന് മറുപടി പറയണം. എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിനെ ഞെരുക്കുന്നത്? ആ ഞെരുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഡെഫിസിറ്റ് ഗ്രാൻഡ് അനുവദിച്ചത് കേരളത്തിനാണെന്ന് പറയുന്നത് അതെന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു നോംസ് ഉണ്ട്. നമ്മുടെ അത് ചിലപ്പോൾ ചില നോംസ് ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ധാരാളമായി കേൾക്കുന്നതെന്നാണ്, ചിലപ്പോൾ പട്ടിണിയുള്ള ഒരു സംസ്ഥാനത്ത്, അവർക്ക് വേണ്ടത്ര വികസനം ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് ആ ഒരു നോംസ് അനുസരിച്ച്, അവരുടെ ജനസംഖ്യയോ അങ്ങനെ ഒരു നോംസ് അനുസരിച്ച് സർക്കാർ അവർക്ക് കൂടുതൽ വിഹിതം കൊടുക്കുമായിരിക്കും. അതെല്ലാവരും അംഗീകരിച്ചാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മളത് കേന്ദ്രവുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ച് അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ നമുക്ക് ചിലതിൽ കുറവ് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ കേൾക്കൂ, കൂടിയാലോചിച്ച് പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളപ്പിറവിക്ക് ശേഷം ഇതാദ്യമായി നമ്മുടെ സർക്കാർ കേന്ദ്രത്തിനെതിരെ ധനകാര്യ ഞെരുക്കലിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്, സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയിരിക്കുന്നത്. എന്നാൽ ഹർജി കൊടുക്കുമ്പോൾ പറയുന്നത് എന്താണ്? നേരത്തെ ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പിൻവലിക്കാനാണ് പറയുന്നത്. എന്നാൽ ഞങ്ങളിത് 13,500 കോടി രൂപ തരാം എന്നത്. അങ്ങനെയല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം അത് ലഭ്യമാകുന്നില്ല എങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അവിടെ പോയാൽ നിങ്ങൾ എന്തിനാണ് സുപ്രീം കോടതി പോയത്? ആദ്യം ഹർജി പിൻവലിക്കുക. അതിർത്തി തർക്കമാണോ? ഒന്നുമല്ലല്ലോ. അല്ല, നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരമാണ് ഈ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഒരു വെസ്റ്റഡ് റൈറ്റ് ആണ് അവിടെ ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുപ്രീം കോടതി ഇങ്ങനെ പറയില്ല. നിങ്ങൾ സ്റ്റേറ്റും യൂണിയനും കൂടെ ചർച്ച ചെയ്യുമെന്ന് പറയില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മുടെ ഒരു വെസ്റ്റഡ് റൈറ്റ് അവിടെ ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു നെഗോസിയേഷൻ എന്നുള്ള ഒരു രീതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. ഒരു നെഗോസിയേഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ പറയും നിങ്ങൾ ആ ഹർജി പിൻവലിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഒരു ഹർജി അവിടെ നിൽക്കുകയും ഒരു സ്യൂട്ട് അവിടെ നിലനിൽക്കുകയും നമ്മൾ അവർ പറയുന്നത് പോലെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ സംഘടനയുടെ ആവശ്യം കേരളം നൽകിയിട്ടുള്ള ഹർജി പിൻവലിക്കണമെന്നാണ്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്നാണ്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടെ നെഗോഷിയേറ്റ് ചെയ്യുക, യൂണിയനും സ്റ്റേറ്റും നെഗോഷിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ നെഗോഷിയേറ്റ് ചെയ്യുക. സുപ്രീം കോടതി പറയുകയാണ് നമ്മളോട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യൂ. നമ്മളോട് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിനോട്, രണ്ടും നമ്മളാണല്ലോ, കേന്ദ്രവും സംസ്ഥാനവും നമ്മളാണ്. നമ്മളോട് പറയുന്നു നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു. നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവേശപൂർവ്വം പോകുമ്പോൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്, ഹർജി പിൻവലിക്ക്. നമ്മൾ രണ്ടുപേര് ഇപ്പോൾ വിനോദിൻ്റെ വീട്ടിൻ്റെ പറമ്പിലേക്ക് കയറ്റി മതിൽ കെട്ടിയ ഒരാളാണ് ഞാനെങ്കിൽ എന്നോട് പറയാം വിനോദിന് ആ കയറ്റിക്കെട്ടിയ മതിലൊന്ന് പൊളിക്കാദ്യം, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. ഇതല്ലല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ളൊരു തർക്കം ഉണ്ടാകുമ്പോൾ ആർട്ടിക്കിൾ 131 അനുസരിച്ച് എനിക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് സുപ്രീം
സുപ്രീം കോടതിയിൽ ഹർജി നൽകുക എന്നുള്ളതാണ്. ആ ഭരണഘടനാനുസൃതമായ വഴിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പിൻവലിക്കുക, എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ഈ ഒരു അങ്ങനെ പിൻവലിച്ചാൽ comparison- നിങ്ങൾക്ക് 13,500 കോടി രൂപ ഈ ഇപ്പോൾ comparison എത്തിത്തരാം വളരെ എന്ന് inappropriate പറയുന്നത് ആണെന്നാണ് ഞാൻ ശരിയായ പറയുന്നത്. രീതിയാണോ? സർ, അല്ല കാരണം നികേഷ്, ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായ ലീഗൽ റെമഡിക്ക് പോകാൻ നമ്മുടെ അവകാശമില്ലേ? ഒരു ലീഗൽ റെമഡിയിലേക്ക് പോകാനുള്ള അവകാശം ഇല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. പക്ഷേ ഇവിടെ പെൻഡിംഗ് ആണ് എങ്കിൽ പോലും ശ്രീ ജോർജ് ജോസഫ് പറയൂ. വിനോദ് പറയുന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ അതേ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയില്ലേ? ആ ഡെഫിസിറ്റ് ഗ്രാന്റ് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഏറ്റവും കൂടുതൽ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. അല്ല, അദ്ദേഹം ആരുടെ സ്പോക്സ് പേഴ്സണായിട്ട് സംസാരിക്കണമെന്നാണ് ഞാൻ ഈ ചോദിക്കണേ. ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ UDFന്റെ സംഘടനയാണ്. അദ്ദേഹം പറഞ്ഞു BJPയുടെ ആൾക്കാരായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആരുടെ സ്പോക്സ് പേഴ്സണാണ്? അദ്ദേഹം എന്തിനാ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നെറികേടുകളെ ഇങ്ങനെ നിർലജ്ജം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഞാൻ നികേഷ് ചോദിച്ചതുപോലെ ഞാനും നികേഷും തമ്മിലൊരു വസ്തുതർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലീഗൽ റെമഡിക്ക് ആ ലീഗൽ റെമഡിക്ക് താൻ അത് പിൻവലിച്ചിട്ട് വാ. ഇത് യൂണിയനും സ്റ്റേറ്റുമാണ്. താങ്കൾ ഈ അതിർത്തി തർക്കം കൊണ്ടുവരല്ലേ സാർ? ഇത് യൂണിയനും സ്റ്റേറ്റുമാണ്. താങ്കളുടെ കമ്പാരിസൺ വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇത് ഇത്ര നിസ്സാരവൽക്കരിക്കരുത് താങ്കൾ. അതാണ് അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ് സുഹൃത്തെ. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നതും ആ വ്യക്തികൾ തന്നെ അവകാശമുള്ള ഒരു എൻറ്റിറ്റിയാണ്. അല്ലാതെ പിന്നെന്താ? ഗവൺമെന്റ് എതിരായ ഒരു കാര്യത്തിന് ഗവൺമെന്റ് അവിടെ പോകും. ഒരു മിനിറ്റ് ശ്രീ ജോർജ് ജോസഫ്. ആണല്ലോ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ പ്രതിനിധി. പറഞ്ഞോളൂ ശ്രീ ജെ. അല്ല, ഈ കുഞ്ഞിക്കണ്ണനും ജോർജ് ജോസഫും ഒക്കെ പറയുന്നത് ബാക്കി എല്ലാവരും സംസാരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഈ സാമ്പത്തികമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സംസാരിച്ചോ മനസ്സിലായല്ലോ ഇവരെവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അവരുടെ അഭിപ്രായം അവരുടെ ഏത് പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ്. ഞാൻ സംസ്ഥാനത്തിന്റെ വക്താവാണ്. ഞാൻ കേരള സംസ്ഥാനത്തിന്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, സാമ്പത്തിക വിദഗ്ധനെന്ന് പറയരുത്, അങ്ങനെ പറയണം. ഇവിടെ എഴുതി വെക്കണം സാമ്പത്തിക വിദഗ്ധല്ല, സംസ്ഥാന ഗവൺമെന്റ്. കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്റെ സംസ്ഥാനത്തിന് നേരിടുന്ന പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, നിങ്ങളുടെ ഒന്നും അല്ലല്ലോ, നിങ്ങളുടെ മാത്രമൊന്നും അല്ല മിസ്റ്റർ, നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ സംസ്ഥാനം തന്നെ. നിങ്ങൾ പറയുന്ന ഈ കാണിക്കുന്ന ദൂർത്തുകളൊക്കെ ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന അഴിമതിയും ഗുണമേന്മയൊക്കെ ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ വലിയ സാമ്പത്തിക വിദഗ്ധരാണല്ലോ. ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിച്ച രണ്ട് കാര്യങ്ങൾക്ക് പറ മറുപടി പറ. അല്ല, ഒന്ന് കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ വ്യക്തമാണല്ലോ. ഈ നമ്മുടെ GST വരുന്നതിന് മുമ്പ് വാറ്റിൻ്റെ നികുതി കുടിശ്ശികയുണ്ട്. നിങ്ങൾ എന്താ പിരിച്ചെടുക്കാത്തത്? 17 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകദേശം 22,000 CAG പറഞ്ഞിട്ടുണ്ട് 22,000 കോടി രൂപയുണ്ട്. നിങ്ങൾ എന്താ പിരിച്ചെടുക്കാൻ ശ്രമിക്കാത്തത്? എത്ര രൂപ നിങ്ങൾ പിരിച്ചെടുത്തു? നിങ്ങളത് പറയൂ. ഇനിയിപ്പോൾ കോടി രൂപ നമുക്ക് വേണം. 50 എന്നാ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞ് ഇവരെല്ലാവരും 4 പേരും കൂടി വട്ടം എന്ത് അരമണിക്കൂർ പറഞ്ഞിട്ട് ഞാൻ തുടക്കം ഞാനത് ചോദിക്കട്ടെ. 50,000 കോടി രൂപയിൽ അടുപ്പിച്ച് ഈ സംസ്ഥാന ജീവനക്കാർക്കും അവർക്കും അരിയസും മറ്റ് നമ്മുടെ ശമ്പള പരിഷ്കരണം കൊടുക്കാനുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ കുറേ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക. 57,000 കോടി കിട്ടാനുണ്ട്, മറ്റതുകൊണ്ട് മറിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പം എത്രയിൽ വന്ന് എത്തിക്കുന്നു അറിയാം. നിങ്ങൾ ഇപ്പം എല്ലാവരും കൂടിയിരുന്ന് ചർച്ച നിങ്ങൾ കേസ് പിൻവലിച്ചാൽ ഞാനത് കണ്ടിട്ടില്ല. സത്യത്തിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. കേന്ദ്ര നിയമമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസ്താവന വന്നിട്ടില്ല. അവർ പങ്കെടുത്ത മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബാലഗോപാൽ പറയുന്നത് ധനകാര്യമന്ത്രി പറഞ്ഞു കേസ് പിൻവലിച്ചാൽ തരാമെന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ്. വേറെ അങ്ങനെ നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെ കേസ് പിൻവലിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ നമ്മുടെ കുഞ്ഞിക്കണ്ട ഒരു കാര്യം പറഞ്ഞു, കേന്ദ്രം മോഡി ധനകാര്യ കമ്മീഷൻ ഇടപെട്ടു എന്ന്. എന്ത് ഒരു കള്ളമാണ് നിങ്ങൾ പറയുന്നത്. കേന്ദ്ര
കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര ബോഡിയാണ്, ഭരണഘടനാ ബോഡിയാണ്. അടുത്ത ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകളോട് അഭിപ്രായം ചോദിക്കും, കേന്ദ്ര ഗവൺമെന്റുകളോട് അഭിപ്രായം ചോദിക്കും, MLA-മാരോട് ചോദിക്കും, സർക്കാർ ജീവനക്കാരോട് ചോദിക്കും, രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, അല്ലാതെ സ്വാധീനിക്കാൻ ശ്രമിച്ചതല്ല. എന്നിട്ട് ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച് 41% കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അത് അഭിപ്രായമാണ്, ഓരോ ഗവൺമെന്റിന്റെ അവരുടെ ഭരണഘടനാപരമായ അഭിപ്രായമാണ് അവർ പറയുന്നത്. നിങ്ങൾ കുറെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മോഡി ഇടപെടാൻ ശ്രമിച്ചു, മറ്റത് ഇടപെടാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് വാറ്റ് പിരിച്ചെടുത്ത് തീർക്കാത്തത് എന്നുള്ള താങ്കളുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളവും നികുതി പിരിവിലെ കാര്യക്ഷമത നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും സംസാരിക്കാറുള്ളതാണ്. നമ്മൾ ആ വിഷയത്തിൽ കേന്ദ്രത്തെ സ്വാഭാവികമായും അതത് പ്രതിപക്ഷം വിമർശിക്കാറുള്ളതാണ്. കേരളത്തെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ അതത് സംസ്ഥാന പ്രതിപക്ഷങ്ങൾ വിമർശിക്കാറുള്ളതാണ്. ഇവിടെ KN ബാലഗോപാൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നോക്കൂ, യാതൊരു കേസും ഇല്ലാത്ത നികുതി ഡ്യൂസ് പിരിച്ചെടുക്കുകയാണ് എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രം കേരളത്തിൻ്റെ വിഹിതമായി 36,000 കോടി രൂപ ആ ഇനത്തിൽ തന്നെ നമുക്ക് വരുമാനമായി ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് ആ 36,000 കോടി രൂപ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് ഒരു ഘട്ടത്തിൽ KN ബാലഗോപാൽ പറഞ്ഞാണ്. അപ്പോൾ കേരളത്തിൻ്റെ വാറ്റ് പിരിവിലെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ പിരിച്ചെടുക്കാനുള്ളത് 28,000 ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടാനുള്ളത് 36,000 എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെയാണ് 28,000 പറയുന്നത് 28,000 കോടിയാണ് പിരിച്ചെടുക്കാനുള്ളത്. സാറേ, കേന്ദ്രത്തിന്റെ നികുതി ബാക്കി 28,000 കോടിയോ? എന്താ ഈ പറയുന്നത്? ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്തിലാകെ ബാക്കി നികുതി പിരിവുള്ളത് 17 വകുപ്പുകള് അല്ല 17 വകുപ്പുകൾ പിരിച്ചെടുക്കാനുള്ളത് 28,000 കോടി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പിരിച്ചെടുത്താൽ കേന്ദ്രത്തിന്റെ 32,000 കോടി. അല്ലെന്ന്, അങ്ങനെയൊന്നുമല്ല. ഒരു രാജ്യമാണിത്. ഒരു രാജ്യത്തിലെ നികുതി പിരിവ് എത്രയാണ് ബാക്കിയുള്ളത് എന്നുള്ള കണക്കാണ് നേരത്തെ പറഞ്ഞത്. അതൊക്കെ അറിയാലോ. രണ്ടാമത്തെ കാര്യം, ധനകാര്യമന്ത്രി ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി മാത്രമാണോ ഈ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി? എല്ലാവരും അതാത് ഭരണഘടനാ പോസ്റ്റ് വഹിക്കുന്ന ആളുകൾ തന്നെ. കേന്ദ്ര ധനകാര്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് 1.5 ലക്ഷം കോടി രൂപ നികുതി വീതം കൊടുത്തിട്ടുണ്ട്. എന്നതൊക്കെ നമ്മുടെ ബജറ്റ് പേപ്പറിൽ ലഭ്യമാണ്. ആ ബജറ്റ് പേപ്പർ അങ്ങനെയല്ല. നിങ്ങൾ ഇത് കേൾക്കൂ. കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത് 2014 ഏപ്രിൽ 1 മുതൽ 23 ഡിസംബർ 22 വരെ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 1.5 ലക്ഷം കോടി രൂപ കൈമാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തർക്കമുണ്ടോ? തർക്കമുണ്ടെങ്കിൽ പറയൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ്. ധനകാര്യമന്ത്രി പറഞ്ഞതാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ല, എന്താ എനിക്ക് ആ വാചകം മനസ്സിലായില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഒരു മിനിറ്റ് ശ്രീ ജോർജ് ജോസഫ്, നികേഷേ, അതിന്റെ ഒരു മിനിറ്റ് ശ്രീ ജോർജ് ജോസഫ്, ജെ ആർ പത്മകുമാർ ഒന്നുകൂടി അതേപോലെ പറയുമെന്ന് കേൾക്കാൻ വേണ്ടിയാ. അല്ല, ഞാൻ പറഞ്ഞത് ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് 2014 മുതൽ 23 ഡിസംബർ 22 വരെ കേരളത്തിൻ്റെ നികുതി വിഹിതമായിട്ട് 1.5 ലക്ഷം കോടി രൂപ നൽകിയിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ ആണെങ്കിൽ വെറും 46,303 കോടി രൂപയാണ്. 224% വർധനവ് കേരളത്തിൽ. ജെ ആർ പത്മകുമാർ, നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നികുതി വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വിഹിതത്തിന്റെ കണക്കാണ് നമ്മൾ വളരെ പ്രധാനമായും കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ രൂപ പിരിക്കുമ്പോൾ ബീഹാറിന് കിട്ടുന്നത് 17.20 ഓർമ്മയുണ്ടല്ലോ ആ കണക്ക്. ഉത്തർപ്രദേശിന് കിട്ടുന്നത് അതിനേക്കാൾ കൂടുതലാണ്. ഞാനല്ലല്ലോ പറഞ്ഞത്, താങ്കളല്ലേ പറഞ്ഞത്. അപ്പൊ ആ നികുതി വിഹിതം നമുക്ക് എന്തോ വലിയ തോതിൽ കിട്ടി
എന്നുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് ഞാനത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതൊക്കെ ഞാൻ ഓർമ്മയിൽ പറഞ്ഞ കണക്കാണ്. നേരത്തെ കണ്ടിച്ചു. കേരളത്തിന് അത് അങ്ങനെ പോകരുത്. കേന്ദ്രം നിങ്ങൾ പറഞ്ഞത് കേരളത്തിന് കുറച്ചിട്ട് സംസ്ഥാനത്തിന് കൂടുതൽ, മറ്റ് സംസ്ഥാനത്തിന് കൂടുതൽ കൊടുക്കുന്നതെന്നാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ മഹാരാഷ്ട്രയ്ക്ക് 8 പൈസ കിട്ടുന്നുള്ളൂ, മഹാരാഷ്ട്രയ്ക്ക് 8 പൈസ കിട്ടുന്നുള്ളൂ, അതേപോലെ തന്നെ ഹരിയാനയ്ക്ക് 18 പൈസ കിട്ടുന്നുള്ളൂ, ഗുജറാത്തിന് 28 പൈസ കിട്ടുന്നുള്ളൂ. കേരളത്തിന് എത്ര പൈസ കിട്ടുന്നത്? അല്ല, ശരിയാണ്. നോക്കൂ, അങ്ങനെയുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിന്റെയും ഒക്കെ കണക്ക് ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. നമ്മുടെ കണക്ക് മാത്രമല്ല നമ്മളെക്കാൾ താരതമ്യം ചെയ്യുമ്പോ അതൊക്കെ കൂടെ എടുത്തു നോക്കണം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന് കൊടുക്കുന്നത് ഏറ്റവും വലിയ വരുമാനം വരുന്നത്. ഇപ്പോ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 1 ലക്ഷത്തിലധികം ഇനത്തില് ഡൽഹിയിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ വെറും 700 കോടി രൂപയാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ആ നിലയിൽ എനിക്കൊരു ഇടവേള വേണം. അതിനു മുമ്പ് ശ്രീ ജെ ആർ പത്മകുമാർ നോക്ക്, കടമെടുപ്പ് വെട്ടിക്കുറച്ച കേന്ദ്രം നോക്കു പറയുന്നത് സൂട്ട് പിൻവലിച്ചാൽ 11,731 കോടി രൂപ കടമെടുക്കാൻ ഇന്ന് തന്നെ അനുമതി. മീറ്റിംഗിൽ പോയതല്ലേ, കേരളത്തിന്റെ ധനമന്ത്രി അടക്കമുള്ളവർ പോയവരല്ലേ? അല്ല, മീറ്റിംഗിന് പോയ ധനകാര്യമന്ത്രി പറഞ്ഞാൽ ധനകാര്യമന്ത്രി, കേരളത്തിലെ ധനകാര്യമന്ത്രി കള്ളമാണ് പറയുന്നത്. സോളിസിറ്റർ ജനറൽ ആണ് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒത്താശ ചെയ്തിട്ടുള്ളത്. ഈ രണ്ടുപേരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയത് കപിൽ സിബലാണ് കേരളത്തിന്റെ. നോക്കൂ, കപിൽ സിബലാണ് കേരളത്തിന് വേണ്ടി കപിൽ സിബലാണ് കേരളത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ളത്. ഈ 11,731 കോടി രൂപ കടമെടുക്കാൻ ഇന്ന് തന്നെ അനുമതി തരാമെന്ന് പറഞ്ഞ സമയത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ആരാ പറഞ്ഞത്? കപിൽ സിബലാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കടമെടുക്കലാണ്, അതിന് നിങ്ങളുടെ ഒത്താശയും നിങ്ങളുടെ അനുമതിയും ഒന്നും വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് മീഡിയയിൽ ലൈവായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് എവിടെയെങ്കിലും കുഞ്ഞുകണ്ണൻ, ഇന്നത്തേത് വെറും സൂചനാ പണിമുടക്ക് മാത്രമാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അറിയാമല്ലോ. അല്ല, ശമ്പളം കിട്ടാൻ വേണ്ടി ജീവനക്കാര് അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമരത്തിന്റെ പിറകിലുള്ള രാഷ്ട്രീയവും താല്പര്യവുമാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. ഇത്രയും ക്രൂരമായ രീതിയിലുള്ള വിവേചനവും സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ അർഹതപ്പെട്ട സാമ്പത്തിക നിഷേധവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ JR പത്മകുമാറിനേക്കാൾ ഭംഗിയായിട്ട് BJPയുടെ സംസ്ഥാന വിരുദ്ധമായ ഫെഡറലിസ്റ്റുകാരുടെ നിലപാടിനെ ന്യായീകരിക്കുകയാണ് ഇവിടെ വിനോദ് ചെയ്ത്. അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും കേരളത്തിലെ ജീവനക്കാരോട്. കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിച്ചതാണ്. കേന്ദ്രമുണ്ടാക്കിയ ഈ കേന്ദ്ര വിഷയത്തെ മാറ്റി നിർത്തിയിട്ട് വളരെ ലളിതമായിട്ട് അവിടെ കക്കൂസ് ഉണ്ടാക്കുന്നു, ആല ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ചർച്ച വിനോദിനെ പോലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഒരു സംഘടനയെ പ്രതികരിക്കുന്ന ആൾക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ഈ ചർച്ച കഴിഞ്ഞാലെങ്കിലും ആത്മപരിശോധന നടത്തണം. കേരളം നേടിയ ക്ഷേമരാഷ്ട്ര ഘടനയുടെ ഭാഗമാണ് കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ളതാണ് സാർ. ദയവായിട്ട് താങ്കൾ അതൊരു വിദേശ രാജ്യത്തുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്താണെന്ന് നിർവഹിച്ചിട്ടുണ്ട്. താങ്കൾ ദയവായിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. താങ്കൾ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാനിലല്ല, ഇന്ത്യയിലാണ്. എല്ലാ സാമ്പത്തിക വിഹിതങ്ങളെയും വിഭവ വിഹിതങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഇവിടെ JR പത്മകുമാർ പറഞ്ഞു എന്ത് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപന അതിന് എന്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് BVR സുബ്രഹ്മണ്യ വെളിപ്പെടുത്തിയത്. അദ്ദേഹം 2014 പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെയും കൂടി കൂട്ടിയിട്ടാണ് മിസ്റ്റർ നരേന്ദ്രമോദി YV റെഡ്ഡി എന്ന് പറയുന്ന അന്നത്തെ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനെ സമ്മർദ്ദപ്പെടുത്താനോ സ്വാധീനിക്കാനോ പോയത്. അദ്ദേഹം അതിന് തയ്യാറായില്ല. തയ്യാറാകാതിരുന്നപ്പോൾ പത്മകുമാറെ എന്താ നരേന്ദ്രമോദി ചെയ്തതെന്നോ? നരേന്ദ്രമോദിയേക്കാൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം തന്നാൽ മതി. ഞങ്ങൾക്ക് ഈ കേന്ദ്രവും കേരളവും തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശമ്പളം, ജോലി ചെയ്ത് ശമ്പളം തരിക, ദയവായിട്ട് തരിക. വെട്ടിക്കുറക്കുകയാണ് ചെയ്ത്. അതുകൊണ്ട് പത്മകുമാറൊക്കെയുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയോട് ബഹുമാനമില്ലാത്ത, ഫെഡറലിസ്റ്റോട് ബഹുമാനമില്ലാത്ത, കേന്ദ്രീകരണ അധികാരത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഏകാത്മകത ദേശീയതയുടെ പ്രത്യയശാസ്ത്രക്കാരായിട്ടുള്ള നിങ്ങളുടെ നിലപാട് കേരളം എന്ന ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുകയാണ്. അതാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്.
മാത്രമല്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ അഭിമുഖീകരിക്കാൻ ഗവൺമെന്റ് പോകുന്ന വന്നപ്പോഴാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് അറിയാമോ? 32% മാർച്ച് 31 കടന്നു പോകുക ആക്കിയത്. എന്നതിനപ്പുറത്തേക്ക് 7 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, 7 ഗഡു DA, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഇതൊന്നും ചില്ലറ ക്ഷേമ കാര്യങ്ങളല്ല. പെൻഷനൊക്കെ കൊടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടുക്കും, ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടുന്ന് എടുത്ത് കൊടുക്കും? ആ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിച്ച് കേരളം മുന്നോട്ട് പോകും. പക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും 1200 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ നേടിയ ഈ നേട്ടങ്ങളെ സംരക്ഷിക്കാൻ ശരി, ആയിക്കോട്ടെ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നല്ല ആത്മവിശ്വാസം. അവസാന നിമിഷം വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ്. ബി വിനോദ്, ജെ ആർ പത്മകുമാർ, ജോർജ് ജോസഫ് നന്ദി സഹകരിച്ചതിന്. കെ എൻ ബാലഗോപാലിനെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇടയ്ക്കൊന്ന് ഫോണിൽ വിളിച്ചിരുന്നു, പക്ഷേ മീറ്റിങ്ങിലായതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്താനായില്ല. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ്.